ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് സെക്ഷൻ 8.2 റീഡ് സോളമൻ കോഡ്സ് ഓർ RS കോഡ്സ്. ആക്ച്വലി BCH കോഡ്സിൻ്റെ ഒരു സബ് ക്ലാസ് ആണ് റീഡ് സോളമൻ കോഡ്സ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ക്യൂവറി BCH കോഡ് C ഓഫ് ലെങ്ത് Q⁻m-1 which is generated by G of x ഈക്വൽ ടു LCM. നിങ്ങൾ ജനറേറ്റർ പോളിനോമിയൽ അറിയാം അല്ലേ? സാധാരണ ഒരു ജനറൽ BCH കോഡിൻ്റെ ജനറേറ്റർ പോളിനോമിയൽ അറിയാം. ഇവിടെ MA(x) എന്താണെന്ന് അറിയാം അല്ലേ? ഇങ്ങനൊരു ക്യൂവറി BCH കോഡ് നമ്മൾ എടുത്തു. ഇനി ഇവിടെ എമ്മിന് 1 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് എന്തായിരിക്കും? Q⁻m, എമ്മിന് പകരം 1 കൊടുക്കുക. അപ്പോൾ Q⁻1 - 1, അപ്പോൾ Q-1 ആയി ലെങ്ത് അല്ലേ? ഓക്കെ. ഇനി ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് FQ⁻m ആയിരുന്നു. അപ്പോൾ FQൻ്റെ പ്രിമിറ്റീവ് എലമെന്റ് ആണ് ആൽഫ. എമ്മിന് 1 കൊടുക്കുമ്പോഴുള്ള കാര്യമാണ്. ഇനി MI(x) എന്ന് പറയുന്നത് α⁻i മിനിമൽ പോളിനോമിയൽ ആണ്. അതെന്ന് പറയുന്നത് എന്ത് തന്നെ ആവും? x - α⁻i തന്നെ ആവും. ഓക്കെ, കാരണം ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് FQ ആണ്. അപ്പം മിനിമൽ പോളിനോമിയൽ ഓഫ് α⁻i എന്ന് പറയുന്നത് x - α⁻i ആവും. ഓക്കെ, അപ്പോൾ ജനറേറ്റർ പോളിനോമിയൽ എന്താവും? LCM ഓഫ് MA(x). MA(x) എന്ന് പറയുന്നത് എന്താവും? MI(x) x - α⁻i ആണ്. സോ അപ്പോൾ MA(x) എന്ന് പറഞ്ഞാൽ x - α⁻a. ഓക്കെ, ഇനി MA+1(x) എക്സെട്ര. ലാസ്റ്റത്തെ MA+Δ-2(x). അതാണ് ഇത്. ഇവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഡെൽറ്റ < Q-1. എന്നാലേ നമുക്കത് വാലിഡ് ആകത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്പം ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ലീനിയർ ഫാക്ടേഴ്സ്, റെഡ്യൂസിബിൾ ലീനിയർ ഫാക്ടേഴ്സ്. ഇവർ തമ്മിൽ ഒരു കോമൺ ഫാക്ടർ ഇല്ല, ലീനിയർ ഫാക്ടർ അല്ല. ഇനി അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ α⁻a-യും α⁻a+1 എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അത് ഡിസ്റ്റിങ്ക്റ്റ് ആകാനും കൂടെയാണ് ഡെൽറ്റ > Q-1 എന്ന് കൊടുത്തത്. സോ അപ്പം എന്തായാലും ഇതിൻ്റെ LCM എന്ന് പറയുന്നത് ഇവരുടെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇവരുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു ക്യൂവറി BCH കോഡിൽ എമ്മിന് 1 കൊടുക്കുമ്പം അതിൻ്റെ ലെങ്ത് Q-1 ആവും. അതുപോലെ അതിൻ്റെ ജനറേറ്റർ പോളിനോമിയൽ എന്താവും? x - α⁻a ഇൻറ്റു x - α⁻a+1 എക്സെട്ര x - α⁻a+Δ-2. ഓക്കെ, ഇനി നമുക്ക് റീഡ് സോളമൻ കോഡിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ദിസ് ഈസ് എ ക്യൂവറി BCH കോഡ് ഓഫ് ലെങ്ത് Q-1 ജനറേറ്റഡ് ബൈ G of x is equal to. കണ്ടോ ജനറേറ്റർ പോളിനോമിയൽ? നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ജനറേറ്റർ പോളിനോമിയലാണ് ഇവിടെ വരുന്നത് അല്ലേ? ഓക്കെ, അതായത് ഒരു ക്യൂവറി BCH കോഡിന് എമ്മിന് വരെ 1 കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന കോഡിനെയാണ് നമ്മൾ റീഡ് സോളമൻ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദിസ് ഈസ് എ സബ് ക്ലാസ് ഓഫ് റീഡ് BCH കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എ നോൺ നെഗറ്റീവ് ആവണം. അതുപോലെ ഡെൽറ്റയുടെ വാല്യൂ 2-നും Q-1 ഇടയിലായിരിക്കണം. ഓക്കെ, ആൽഫ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് FQ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ബൈനറി റീഡ് സോളമൻ കോഡ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബൈനറി ആകുമ്പോൾ Q2 ആവും അല്ലേ? അപ്പോൾ Q-1 എന്താവും? 1 ആവും. Q-1 1 ആണ്. 1 ലെങ്ത് ഉള്ള കോഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ടാണ് റീഡ് സോളമൻ കോഡ്സിൽ ബൈനറി കോഡ്സ് ഇല്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക്. നമുക്ക് ചില പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ബൈനറി കോഡ്സ് ആവശ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമില്ല, നമുക്ക് റീഡ് സോളമൻ കോഡ്സിനെ ബൈനറിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു 7 അതായത് Q7 ആണ് റീഡ് സോളമൻ കോഡ് ഓർ RS കോഡ് ഓഫ് ലെങ്ത്. Q7 ആണെങ്കിൽ ലെങ്ത് എത്ര ആയിരിക്കും? Q-1, അതായത് 6 വരും. ജനറേറ്റർ പോളിനോമിയൽ എന്ത് വരും? ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുള്ളതാണ്. G of x is equal to x - 3 ഇൻറ്റു x - 3² ഇൻറ്റു x - 3³. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 3യുടെ പവറാണ്. x - 3 ആ തുടക്കത്തിലുള്ള
എക്സ് മൈനസ് ത്രീയിലെ ത്രീയുടെ പവറാണ്. അപ്പോൾ എ 1 ആണ്. ഇനി ലാസ്റ്റത്തെ ഫാക്ടറിൽ ത്രീയുടെ പവർ 3 ആണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡെൽറ്റ മൈനസ് 2 ആണ് 3 ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ എ 1 ആണ്. അപ്പോൾ ഡെൽറ്റ എന്താവും? ഡെൽറ്റ ഈക്വൽ ടു 3 പ്ലസ് 2 മൈനസ് എ 1 ആണ്. ഓക്കെ, 3 പ്ലസ് 2 5, 5 മൈനസ് 1 4. അപ്പം ഡെൽറ്റ 4 ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യണം നിങ്ങൾ. ജനറേറ്റർ പോളിനോമിയൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് റീഡ് സോളമൻ കോഡിൻ്റെ അല്ലെങ്കിൽ വിസിഎച്ച് കോഡ്സിൻ്റെ ആണെങ്കിലും ജനറേറ്റർ പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ ഫോം. ഇനി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള റീഡ് സോളമൻ കോഡിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എന്താണ് വഴി? ഇപ്പം ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് കിട്ടി? 3 അല്ലേ. അപ്പം ലെങ്ത് ഓഫ് ദ കോഡ് മൈനസ് ഡിഗ്രി ഓഫ് ജനറേറ്റർ പോളിനോമിയലാണ് എല്ലായ്പ്പോഴും ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ അപ്പം ഡയമെൻഷൻ കിട്ടി. ഇനി എന്ത് കൂടെ കിട്ടണം? മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ്. അപ്പം അതിനുവേണ്ടി ജനറേറ്റർ മെട്രിക്സ്. ഇതെങ്ങനെയാണ് ജനറേറ്റർ മെട്രിക്സ് ഇങ്ങനെ കിട്ടിയത്? ഇത് ഓൾറെഡി നമ്മുടെ ഈ ജനറേറ്റർ പോളിനോമിയൽ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ജനറേറ്റർ മെട്രിക്സ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ജനറേറ്റർ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് നേരെ നിരത്തി എഴുതുക, എന്നിട്ട് ഒരു പൊസിഷൻ എക്സ് ജി ഓഫ് എക്സ്, അതായത് ഒരു പൊസിഷൻ മാറ്റി അടുത്ത് എഴുതുക. ഇനി അടുത്തത് താഴെ ഒരു പൊസിഷൻ വീണ്ടും മാറ്റി ഇങ്ങനെ എഴുതുക. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 0 കൊണ്ട് ഫില്ല് ചെയ്യുക. ഇങ്ങനെയാണ് ജനറേറ്റർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് പാരിറ്റി ചെക്ക് മെട്രിക്സ് വേണം. പാരിറ്റി ചെക്ക് മെട്രിക്സ് അതിന് വേണ്ടി നമ്മൾ എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തു. നമ്മളിതൊരു തിയർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പാരിറ്റി ചെക്ക് പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇവിടുത്തെ ലെങ്ത് 6 ആയതുകൊണ്ടാണ് എക്സ് റൈസ് ടു 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എടുത്തു. ഞാൻ ഡിവിഷൻ പ്രോസസ്സ് ഇവിടെ കാണിച്ചിട്ടില്ല. നിങ്ങളത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പോളിനോമിയലാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ പോളിനോമിയൽ എടുക്കും, എച്ച് ആർ ഓഫ് എക്സ്. അപ്പോൾ അത് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ഇനി ഈ പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ മെട്രിക്സ് പാരിറ്റി ചെക്ക് മെട്രിക്സ് കിട്ടാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കോഎഫിഷ്യൻസ് നിരത്തി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് റോയിൽ ഒരു പൊസിഷൻ വിട്ട് എഴുതുക, അടുത്ത റോയിൽ വീണ്ടും ഒരു പൊസിഷൻ വിട്ട് എഴുതുക. ഇതാണ് പാരിറ്റി ചെക്ക് പോളിനോമിയൽ. ഇനി നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഏതെങ്കിലും ഒരു പാരിറ്റി ചെക്ക് പോളിനോമിയലിൻ്റെ D-1 കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും അതായത് ഏത് D-1 കോളംസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. അതുപോലെ D കോളംസ്, ദർ എക്സിസ്റ്റ് D കോളംസ്, ഇവിടെ എനി D-1 കോളംസ്, D കോളംസ് വിച്ച് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് D ആണെന്ന് പറയാം. ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് D ആണ്. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ എല്ലായ്പ്പോഴും പാരിറ്റി ചെക്ക് മെട്രിക്സ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ഒരു റിസൾട്ടാണ് എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് D-1 കോളംസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള D കോളംസ് ഉണ്ടെന്നും കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ കോളംസ് എന്ന് പറയുന്നത് 3 കോർഡിനേറ്റ്സാണ് വരുന്നത് അല്ലേ. 3 കോർഡിനേറ്റ്സ് ഉള്ള ഓരോ കോളം വെക്ടറും 3 കോർഡിനേറ്റ്സാണ്. സോ അപ്പം 4 കോളം വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് 4 കോളം വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുമല്ലോ അല്ലേ. നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ R3 ഇതിൻ്റെ ഡയമെൻഷൻ 3 ആണെന്നറിയാം അല്ലേ. അപ്പോൾ അത് കാരണം നിങ്ങൾ R3യിലെ ഏത് 4 വെക്ടേഴ്സോ 5 വെക്ടേഴ്സോ 6 വെക്ടേഴ്സോ, അതായത് 3ൽ കൂടുതൽ എത്ര വെക്ടേഴ്സ് എടുത്താലും ആ സെറ്റ് എല്ലാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഡയമെൻഷൻ 3 ആണ്. 3ൽ കൂടുതൽ എത്ര വെക്ടേഴ്സ് എടുത്താലും ആ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതേ കോമൺ സെൻസ് അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കോളം വെക്ടേഴ്സും 3 കോർഡിനേറ്റ്സ്, അതായത് R3യുടെ F3യിലെ എലമെൻറ്റ്സ് ആണ്, Q3യിലെ എലമെൻറ്റ്സ് ആണ്. സോ അപ്പം 3 ഡയമെൻഷണൽ സ്പേസ് ആണത്. സോ അപ്പം 4 കോളംസ് ഉള്ള വെക്ടേഴ്സ് എടുത്താൽ അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആക്ച്വലി നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും D കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാ D കോളംസ് എല്ലാ 4 കോളംസ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഏത് 4 കോളംസ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ പിന്നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള 4 കോളംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഏത് 3 കോളംസ് എടുത്താലും അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനി 3 കോളംസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് and 4 column there exists 4 columns which are linearly dependent.
അപ്പോൾ പിന്നെ ആ റിസൾട്ട് യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്താണെന്ന് പറയാം, 4 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, ഇതൊരു MDS കോഡാണ്, മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡാണ്. അതായത് MDS കോഡ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ n-k+1 = d ആയിരിക്കണം. അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനേ ചോദിച്ചുള്ളൂ, എന്നാലും ജസ്റ്റ് MDS കോഡാണെന്ന് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പാരാമീറ്റേഴ്സ് കിട്ടി. ഇതുപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലം. ഒരു എയ്റ്ററി അതായത് Q8 ആണ്. സോ അപ്പോൾ ലെങ്ത് എത്ര ആയിരിക്കും? റീഡ് സോളമൻ കോഡിന്റെ ലെങ്ത് 8 - 1 7 ആയിരിക്കും. ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുന്നതിന്റെ കാര്യം ഇതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അല്ലാതെ തന്നെ ഡിഗ്രി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. എക്സിന്റെ ഒരു ലീനിയർ ടേം ഇൻറ്റു എക്സിന്റെ ഒരു ലീനിയർ ടേം. സോ അപ്പോൾ x² 2 ആയിരിക്കും g(x)ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. വേറെ ആൽഫ എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇസ് എ റൂട്ട് ഓഫ് 1 + x + x³ belongs to f2 of x. Obtain the parameters of the chord. അപ്പം ഇവിടെ ഡയമെൻഷൻ n7 ആണെന്ന് വളരെ എളുപ്പത്തിൽ കിട്ടി. ഡിഗ്രി g(x)ന്റെ ഡിഗ്രി 2 ആണ്. സോ ഡയമെൻഷൻ എന്ന് പറയുന്നത് n - ഡിഗ്രി ഓഫ് g(x), ദാറ്റ് ഈസ് 5 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്തെ പ്രോബ്ലം പോലെ തന്നെ ജനറേറ്റർ മെട്രിക്സ് കാണുക. അത് കഴിഞ്ഞ് റെസിപ്രോക്കൽ h(x) ഡിഫൈൻ ചെയ്യുക. ഇവിടെ x⁻⁷ എങ്ങനെ കിട്ടിയ? കോഡിന്റെ ലെങ്ത് 7 ആണ്. സോ അതുകൊണ്ടാണ് x⁻⁷ - 1 g(x) എന്ന് എടുത്തത്. എന്നിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ പോളിനോമിയൽ കണ്ടുപിടിക്കുക, പാരിറ്റി ചെക്ക് മെട്രിക്സ് കിട്ടുക. അഗെയിൻ വീണ്ടും ആ റിസൾട്ട് യൂസ് ചെയ്ത് ഏത് 3 കോളംസ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ അതേ ലോജിക്ക് R2 ഇത് ആക്ച്വലി ഇവിടുത്തെ 2 കോർഡിനേറ്റ്സ് ഉള്ള ഓരോ കോളത്തിനും. സോ അപ്പം എനി സെറ്റ് ഓഫ് 3 കോളംസ് ആർ ലീനിയർലി ഡിപ്പെൻഡന്റ്. അതുപോലെ തന്നെ 2 കോളം വെക്ടേഴ്സ് എടുത്താൽ അവർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഒന്നിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു കോളവും വരുന്നില്ല അല്ലേ. ലീനിയർലി ഡിപ്പെൻഡന്റ് ബിക്കോസ് no column is a multiple of another column അല്ലേ. സോ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും ഈ കോഡ് MDS കോഡാണ്. സോ പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റീഡ് സോളമൻ കോഡ്സ് 2 കേസ് എടുത്തപ്പോഴും അത് രണ്ടും MDS കോഡ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വലി അടുത്ത തിയറം പറയുന്നത് ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. അതായത് ഏത് റീഡ് സോളമൻ കോഡ്സ് എടുത്താലും അത് MDS ആണ്. MDS എന്ന് പറഞ്ഞാൽ എന്താണ്? MDS കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? n-k+1 ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് റീഡ് സോളമൻ കോഡ്സിന്റെ ജനറേറ്റർ പോളിനോമിയൽ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് Q-1 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന? ലെങ്ത് മൈനസ് ഡിഗ്രി ഓഫ് g(x). ഈ ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ലെങ്ത് ഓൾറെഡി അറിയാം, Q-1 ആണ്. ജനറേറ്റർ പോളിനോമിയലിന്റെ ഡിഗ്രി നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ പ്രോഡക്റ്റിൽ എത്ര ടേംസ് ഉണ്ട്? Δ-1 ടേംസ് അല്ലേ പ്രോഡക്റ്റിലുള്ളത്. സോ അപ്പോൾ എക്സിന്റെ ഏറ്റവും വലിയ പവർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് g(x) എന്ന് പറയുന്നത് Δ-1 ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയമെൻഷൻ Q-Δ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി മിനിമം ഡിസ്റ്റൻസ് എത്ര ആണെന്ന് കാണിക്കണം. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ n-k+1 ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. n എന്ന് പറയുന്നത് Q-1 ആണ്. മൈനസ് ഓഫ് k എന്ന് പറയുന്ന ഡയമെൻഷൻ നമുക്കിപ്പോൾ കിട്ടിയത് Q-Δ ആണ്, +1. ഇത് Q ക്യാൻസൽ ചെയ്ത് പോവും, 1 ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കിയുള്ളത് ഡെൽറ്റ. സോ അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് ഡെൽറ്റ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ആക്ച്വലി നമുക്ക് ഈ തിയറത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒരു റിസൾട്ട് യൂസ് ചെയ്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ 8th ചാപ്റ്ററിൽ ചെയ്ത ഒരു റിസൾട്ടാണ്. ഫസ്റ്റ് സെക്ഷനിൽ ഒരു BCH കോഡ് വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ ആണെങ്കിൽ, C is a BCH കോഡ് വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ, then distance of C is at least delta. Distance of C is greater than or equal to delta ആയിരിക്കും. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് ഇവിടെയും നമുക്കത് കിട്ടും.
ഡി ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. ഇവിടുത്തെ ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ ആകത്തക്ക രീതിയിലല്ലേ നമ്മൾ ജി ഓഫ് എക്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചും കൂടെ പ്രൂവ് ചെയ്താൽ മതി. ഡി ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് കാണിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ സിംഗിൾട്ടൺ ബൗണ്ട് ഓർമ്മയുണ്ടോ നമ്മൾ ചെയ്തത്? ഇതാണ് സിംഗിൾട്ടൺ ബൗണ്ട്, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് കെ പ്ലസ് 1. അപ്പം അതും ചെയ്യുമ്പം ഡെൽറ്റ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടും. ഇവിടെ ഓർത്ത് വെക്കണം, ആദ്യം യൂസ് ചെയ്ത റിസൾട്ട് BCH കോഡ്സിന്റെ റിസൾട്ട് ആണ്. രണ്ടാമത് യൂസ് ചെയ്തത് എല്ലാ കോഡ്സിനും പറ്റുന്ന ഒരു സിംഗിൾട്ടൺ ബൗണ്ട് എന്നുള്ള റിസൾട്ട് ആണ് രണ്ടാമത്തെ കേസ്. ഇനീക്വാളിറ്റി, തിരിച്ചുള്ള ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഡി ഓഫ് സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടും. സോ എനി റീഡ് സോളമൻ കോഡ് ഈസ് ആൻ MDS കോഡ് എന്ന് കിട്ടി. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ആൽഫ ഈസ് എ റൂട്ട് ഓഫ്, ആൽഫ റൂട്ടായിട്ട് വരുന്ന ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ F2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് F60. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ജി ഓഫ് എക്സ് കണ്ടോ, ഇത് ജനറേറ്റർ പോളിനോമിയൽ ആയിട്ട് വരുന്ന റീഡ് സോളമൻ കോഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പറയാമോ? Q-1, ഇവിടെ Q എത്ര? F16 അല്ലേ? സോ അപ്പോൾ Q16 ആണ്. സോ അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 16 - 1 15 കിട്ടും. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറം വെച്ച് റീഡ് സോളമൻ കോഡ്സിന്റെ ഡയമെൻഷൻ ഇനി നിങ്ങൾ ഹെഡ് ചെയ്തോണം, Q മൈനസ് ഡെൽറ്റ. ഓക്കെ, ഇവിടുത്തെ ഡെൽറ്റ അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ഡെൽറ്റ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും തുടക്കത്തിലുള്ള ആൽഫയുടെ പവർ 3 ആണ്. സോ അപ്പോൾ A ഈക്വൽ ടു 3 ആണ്. ഇനി ലാസ്റ്റത്തെ ആൽഫയുടെ പവർ 6 അല്ലേ? ദാറ്റ് ഈസ് A പ്ലസ് ഡെൽറ്റ മൈനസ് 2 6 ആണ്. അതിൽ നിന്ന് ഡെൽറ്റ കണ്ടുപിടിക്കുക, ഡെൽറ്റ 5 ആണ്. ഓക്കെ, ഇങ്ങനെ വേണം ഡെൽറ്റ കണ്ടുപിടിക്കാൻ, ഡിസൈൻ ഡിസ്റ്റൻസ് ഡെൽറ്റ. ഇപ്പോൾ ഡെൽറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ Q മൈനസ് ഡെൽറ്റ ആണ് ഡയമെൻഷൻ, ഡെൽറ്റ ആണ് മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറം യൂസ് ചെയ്ത് ഏത് റീഡ് സോളമൻ കോഡ്സ് കിട്ടിയാലും അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ഒരു തിയറമാണ്. തിയറം പറയുന്നത് റീഡ് സോളമൻ കോഡ് MDS കോഡാണെന്നാണ് നമ്മൾ കുറച്ച് മുമ്പേ പ്രൂവ് ചെയ്തത്. ഇനി റീഡ് സോളമൻ കോഡിന്റെ എക്സ്റ്റെൻഡഡ് കോഡും MDS ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ എക്സ്റ്റെൻഡഡ് കോഡിന്റെ ഡെഫിനിഷൻ ഒന്ന് റീകോൾ ചെയ്യണം. നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ മാത്രമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്റ്റെൻഡഡ് കോഡ് പറയുന്നത്? സിയിലുള്ള ഓരോ കോഡിന്റെ കൂടെയും ഒരു കോർഡിനേറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യും. ആ കോർഡിനേറ്റ് നമ്മൾ പാരിറ്റി ചെക്ക് കോർഡിനേറ്റ് എന്നൊക്കെ പറയും. ആ കോർഡിനേറ്റ് എന്തായിരിക്കണം? അതായത് തൊട്ട് മുമ്പുള്ള കോർഡിനേറ്റ്സുകളുടെ സമ്മാണ് ആ ലാസ്റ്റത്തെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? സിയിലുള്ള ഓരോ കോഡ് വേർഡിന്റെയും കൂടെ ഒരു കോർഡിനേറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പം സി ബാറിന്റെ ലെങ്ത് സിയുടെ ലെങ്തിനേക്കാൾ ഒന്ന് കൂടും അല്ലേ? കാരണം എക്സ്ട്രാ ഒരു കോർഡിനേറ്റ് ആഡ് ചെയ്യുമല്ലേ, അപ്പോൾ ഒന്ന് കൂടും. അപ്പൊ സിയുടെ ലെങ്ത് സി ബാറിന്റെ ലെങ്ത് എത്രയാണ്? അത് ക്ലിയർ ആണല്ലേ? സിയുടെ ലെങ്ത് Q-1 ആണ്, സി ബാറിന്റെ ലെങ്ത് Q ആണ്. ഓക്കെ, അത് ബൈ ഡെഫിനിഷൻ ക്ലിയർ ആണ്. ഇനി ഡയമെൻഷൻ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? നമ്മളിപ്പോൾ ഓരോ കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുന്ന ഡയമെൻഷൻ ഒരു വ്യത്യാസവും വരുന്നില്ല അല്ലെ? അപ്പൊ സിയുടെ ഡയമെൻഷൻ Q- ഡെൽറ്റ ആണെങ്കിൽ സി ബാറിന്റെ ഡയമെൻഷനും Q- ഡെൽറ്റ തന്നെയാണ്. ഇനി നമുക്കപ്പം മിനിമം ഡിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആക്ച്വലി നമുക്ക് മിനിമം ഡിസ്റ്റൻസ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. സി ബാർ MDS ആണെന്ന് കാണിക്കണമെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് D എന്താണെന്ന് കാണിക്കണം. n-k+1 ആണെന്ന് കാണിക്കണം അല്ലെ? ഇവിടത്തെ സി ബാറിന്റെ ലെങ്ത് എത്രയാണ്? n മാറിപ്പോരുത്, സിയുടെ ലെങ്ത് എടുത്ത് എഴുതരുത്. സി ബാറിന്റെ ലെങ്ത് Q ആണ്, മൈനസ് സി ബാറിന്റെ ഡയമെൻഷനും സിയുടെ ഡയമെൻഷനും സെയിം തന്നെയാണ്. സോ അപ്പോൾ Q- ഡെൽറ്റ ആണ് ഡയമെൻഷൻ, +1. ഓക്കെ, അപ്പോൾ Q ക്യാൻസൽ ചെയ്തു, ഡെൽറ്റ +1. സോ അപ്പോൾ D ഡെൽറ്റ +1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സി ബാർ MDS ആവണമെങ്കിൽ D ഡെൽറ്റ +1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. It is enough to prove that D of C is equal to delta +1. അതിനുവേണ്ടി ഞാൻ ഒരു നോൺ സീറോ കോഡ് വേർഡ് C of X എടുത്തു. ഇത് കണ്ടോ, ഈ കോഡ് വേർഡ് സമ്മേഷൻ കണ്ടോ? 0 മുതൽ Q-2 വരെയാണ്. കാരണം ലെങ്ത് ഓഫ് ദ കോഡ് എത്ര? Q-1 ആണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് സിയുടെ ലെങ്ത് Q-1 ആണ്. സോ അതുകൊണ്ടാണ് സമ്മേഷൻ 0 മുതൽ Q-2 വരെ പോകുന്നത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആർബിട്രറി കോഡ് വേർഡിന്റെ വെയിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ +1 ആണെന്ന് കാണിക്കണം. എന്നാലേ മിനിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡെൽറ്റ +1 എന്ന് കിട്ടത്തുള്ളൂ അല്ലേ?
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിയുടെ ജനറേറ്റഡ് പോളിനോമിയൽ ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് സിയുടെ സിയിലുള്ള ഏത് കോഡ് വേർഡ് എടുത്താലും ജി ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ രണ്ട് കേസസ് ആയിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. എഫ് ഓഫ് വൺ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിലും എഫ് ഓഫ് വൺ 0 ആവുന്ന കേസിലും ഇത് സെപ്പറേറ്റ് പ്രൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം, എഫ് ഓഫ് വൺ നോട്ട് ഈക്വൽ ടു 0. ഇനി ജി ഓഫ് എക്സ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജി ഓഫ് വൺ എടുക്കുമ്പം എന്ത് കിട്ടും? ഏതെങ്കിലും ആൽഫറൈസ്ഡ് ഐകൾ വണ്ണിനോട് ഈക്വൽ ആണോ? അല്ല. സോ അപ്പോൾ എന്തായാലും ജി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക എന്നാണ്. ജി ഓഫ് വൺ നോട്ട് ഈക്വൽ, ക്ലിയർലി ജി ഓഫ് വൺ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അപ്പം എഫ് ഓഫ് വൺ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ കേസ്. സോ അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താലും നോട്ട് ഈക്വൽ ടു 0 വരും. എഫ് ഓഫ് വൺ ഇൻറ്റു ജി ഓഫ് വൺ എടുത്താലും നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സി ഓഫ് വൺ. സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതല്ലേ ഡെഫിനിഷൻ. അപ്പോൾ സി ഓഫ് വണ്ണും നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, പക്ഷെ സി ഓഫ് വൺ എന്ന് പറയുന്നത് എന്താണ്? സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സി ഓഫ് എക്സ്, ഇതിനകത്ത് എക്സിന് വരെ 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുന്നത്? സമ്മേഷൻ സി ഐ എന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും ഈ സമ്മേഷൻ സി ഐ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ സമ്മേഷൻ സി ഐ നമ്മൾ സി ബാറിൽ എക്സ്റ്റെൻഡഡ് കോഡിൽ കൊടുക്കുന്ന എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ക്യൂത്ത് കോർഡിനേറ്റ് അല്ലേ? അപ്പോൾ ആ എക്സ്ട്രാ ആഡ് ചെയ്ത ആ ക്യൂത്ത് കോർഡിനേറ്റ് അതായത് സി ബാറിലെ ലാസ്റ്റത്തെ കോർഡിനേറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്നല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം സി ബാറിന്റെ വെയിറ്റ് എന്ത് വരും? വെയിറ്റ് ഓഫ് സി പ്ലസ് ലാസ്റ്റത്തെ കോർഡിനേറ്റ് നോൺ 0 ആയതുകൊണ്ട് വെയിറ്റ് ഒന്നും കൂടെ കൂടും, +1. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് സിനെ കുറിച്ച് എന്ത് പറയാം? കോഡ് സിയുടെ മിനിമം ഡിസ്റ്റൻസ് ഡി ആണ്, ഡെൽറ്റ സോറി. അപ്പോൾ വെയിറ്റ് ഓഫ് സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദ കോഡാണ്. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ +1. അപ്പോൾ ഈ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കേസ് എഫ് ഓഫ് വൺ 0 ആവുന്ന കേസ്. എഫ് ഓഫ് വൺ 0 എന്ന് പറഞ്ഞാൽ x-1 ഒരു ലീനിയർ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിനെ എനിക്ക് x-1 ഇൻറ്റു ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ ഞാൻ ഒരുമിച്ച് യു ഓഫ് എക്സ് എന്ന് കിട്ടും. സോ അപ്പോൾ സി ഓഫ് എക്സിന് സി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണല്ലോ. ഇതിവിടെ ഞാൻ എഫ് ഓഫ് എക്സിന് പകരം x-1 എഫ് ഓഫ് എക്സിന് പകരം x-1 യു ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി x-1 ഇൻറ്റു ജി ഓഫ് എക്സിനെ ഞാൻ ഈ പ്രോഡക്റ്റ് ആയിട്ട് ഒരുമിച്ച് എഴുതി. ഇവിടെ i ഈക്വൽ ടു 0 കൊടുക്കുമ്പം x-1 എന്നുള്ള ഫാക്ടർ കിട്ടും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ നിങ്ങളൊന്ന് നോക്കി, ഈ പ്രോഡക്റ്റ് രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഏത് BCH കോഡിന്റെ ജനറേറ്റഡ് പോളിനോമിയലാണ്? ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ +1 വരുന്ന BCH കോഡിന്റെ ജനറേറ്റഡ് പോളിനോമിയൽ അല്ലേ ഇത്? അല്ലേ? കാരണം എന്താ? ഏറ്റവും ലാസ്റ്റ് ഡെൽറ്റ -1 ആണ് വരുന്നത്. ഡെൽറ്റ -1 വരിക എന്ന് പറഞ്ഞാൽ a പ്ലസ് ഡെൽറ്റ -1 ഈക്വൽ ടു ഡെൽറ്റ -1 വേർ a ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ -1 അല്ല, ഡെൽറ്റ -2. ഓക്കെ, വേറെ a ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് ഡെൽറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഡെൽറ്റ -1 ഡെൽറ്റ +1 എന്ന് കിട്ടില്ലേ? -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. അപ്പോൾ ഡെൽറ്റ +1 ആവും. സോ അപ്പോൾ ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ +1 വരുന്ന BCH കോഡിന്റെ ജനറേറ്റഡ് പോളിനോമിയലാണ് ഇത്. ഇതല്ല, ഇത്. ഓക്കെ, അത് തന്നെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം അതിന്റെ ആ ജനറേറ്റഡ് പോളിനോമിയൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ കോഡിനകത്തല്ലേ വരുന്നത്. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു തിയറം, ഒരു BCH കോഡിന്റെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസൈൻഡ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിയത് ഡെൽറ്റ +1 എന്നാണ്. സോ അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഡിസ്റ്റൻസ് ഓഫ് ദ വെയിറ്റ് ഓഫ് സി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ +1 എന്ന്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ലാസ്റ്റത്തെ പറഞ്ഞ ആർഗ്യുമെന്റിൽ? മിനിമം ഡിസ്റ്റൻസ് ഓഫ് സച്ച് എ കോഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ +1 എന്ന് കിട്ടി. സോ അപ്പം മിനിമം ഡിസ്റ്റൻസ് ഡെൽറ്റ +1 അതിൽ കൂടുതലോ ആയിരിക്കും.
സോ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഇപ്പം നമുക്ക് കിട്ടിയത് ലാസ്റ്റ് കിട്ടിയത് സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ പ്ലസ് 1 വരുന്ന ഒരു BCH കോഡിലെ കോഡ് വേർഡാണ്. തുടക്കത്തിൽ നമ്മൾ സി ഓഫ് എക്സ് എടുത്തത് നമ്മുടെ സി ഓഫ് എക്സ് തുടക്കത്തിൽ നമ്മൾ എടുത്തത് സിയുടെ ഒരു കോഡ് വേർഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് കിട്ടിയതാണ് എഫ് ഓഫ് 1 0 ആവുന്ന കേസിൽ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ പ്ലസ് 1 ആവുന്ന ഒരു BCH കോഡിലെ കോഡ് വേർഡും കൂടെയാണ് സി ഓഫ് എക്സ്. സോ അപ്പം സി ഓഫ് എക്സിന്റെ വെയിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? വെയിറ്റ് ഓഫ് സി ഓഫ് എക്സ് ഇത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് വെയിറ്റ് ഓഫ് സി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 എന്നാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1. സോ അപ്പോൾ വെയിറ്റ് ഓഫ് സി ബാറും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1. രണ്ട് ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രൂവ് ചെയ്തു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ഓഫ് സി ബാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 എന്ന് കിട്ടി. സോ അപ്പം മിനിമം ഡിസ്റ്റൻസ് ഏത് സി ബാർ ഏത് കോഡ് വേർഡ് എടുത്താലും ഇതാണ് കേസ്. സോ അപ്പം മിനിമം ഡിസ്റ്റൻസ് ഓഫ് സി ബാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എക്സാമ്പിൾ ഒരു എക്സാമ്പിളാണ്, വായിച്ചു നോക്കുക. നമ്മൾ ഓൾറെഡി 8.2.2 അതായത് കുറച്ച് മുമ്പ് കണ്ട എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. 7ary 634 കോഡ്. അപ്പം നമ്മൾ അതിൻ്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓൾറെഡി കണ്ടു കഴിഞ്ഞായിരുന്നു. പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിച്ച ഓർമ്മയില്ല? എച്ച് ഓഫ് എക്സും HR ഓഫ് എക്സും ഒക്കെ കണ്ടുപിടിച്ച് പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിച്ചില്ലേ? വേണമെങ്കിൽ കാണിക്കാം. അതായത് നമ്മളിവിടെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഇവിടെ EH ഇതാണ് പാരിറ്റി ചെക്ക് മെട്രിക്സ് അല്ലേ. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ എക്സാമ്പിളും ഇനി അടുത്തത് ഇവിടെ തന്നെ കണ്ട ഈ എക്സാമ്പിളുമാണ്. രണ്ട് കേസിൽ നമ്മൾ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഇനി കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, സോ H കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ H ബാർ എക്സ്റ്റെൻഡഡ് കോഡിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മളൊരു തിയറം ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, തിയറം 5.1.9. സോ അപ്പോൾ ഇതായിരിക്കും H ബാർ, അതായത് സി ബാറിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ്. സോ അപ്പോൾ നമുക്ക് സി ബാറിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് കിട്ടി. അതായത് നമ്മൾ നേരത്തെ തിയറം ഒന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഈ എക്സാമ്പിളിൽ. അപ്പോൾ ഇവിടെ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഏത് 4 കോളംസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും അതുപോലെ ഏത് 5 കോളംസ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്നും ഉണ്ട്. സോ അപ്പം ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കോളം മതി, ആക്ച്വലി ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് 5 കോളംസ് മതി. പക്ഷെ ഇവിടെ ഏത് സെറ്റ് ഓഫ് 5 കോളംസ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. സോ അപ്പം മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ് ഇവിടെ. ഓക്കെ, സോ അപ്പോൾ ആക്ച്വലി ഇത് നമുക്ക് നേരത്തെ തിയറം യൂസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാതെ നേരത്തെ തിയറം എന്താ പറയുന്നത്, സി ബാർ ഒരു MDS കോഡ് എന്നല്ലേ കിട്ടിയത്. സി ബാർ MDS കോഡ് ആയതുകൊണ്ട് D എന്ന് പറയുന്നത് n - k + 1 ആണ്.
ഇനി n എന്ന് പറയുന്നത് q-1 ആണ്, മൈനസ് k എന്ന് പറയുന്നത് q-δ ആണ്, പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമുക്ക് D5 ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ കണ്ട പാറ്റി ചെക്ക് മെട്രിക്സ് നേരത്തെ കാണിച്ചില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ തിയറം വെരിഫൈ ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീഡ് സോളമൻ കോഡ്സ് MDS കോഡ്സ് ആയതുകൊണ്ട് അതിൻ്റെ നമുക്ക് ആവശ്യം പാരാമീറ്റേഴ്സ് ഒക്കെ വളരെ ഒപ്റ്റിമൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. പക്ഷേ ഇത് നോൺ ബൈനറി ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. നമുക്ക് ചില പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ബൈനറി ആണ് വേണ്ടത്, ബൈനറി കോഡ്സ് ആണ് വേണ്ടത്. പക്ഷേ കോൺകാറ്റിനേഷൻ ടെക്നിക് ഇസ് യൂസ് ടു പ്രൊഡ്യൂസ് ബൈനറി കോഡ്സ് ഫ്രം റീഡ് സോളമൻ കോഡ്സ് ഓവർ ദ എക്സ്റ്റൻഷൻ ഫീൽഡ്സ് ഓഫ് F2. ഇതാണ് നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത്, എങ്ങനെ ബൈനറി കോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം റീഡ് സോളമൻ കോഡ്സിൽ നിന്ന്. ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ ഇത് കോൺകാറ്റിനേഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സെക്ഷൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷെ നമുക്കത് സിലബസിലില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു റീഡ് സോളമൻ NK റീഡ് സോളമൻ കോഡ് C എടുത്തു, ഓവർ F2m ആണ്. ഇനി ഈ ആൽഫ1 എക്സെട്ര ആൽഫ m എന്ന് പറയുന്നത് ഒരു F2 ബേസിസ് ഓഫ് F2m. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്, F2m-ന്റെ F2 ബേസിസ് എടുക്കണം, ആൽഫ1 എക്സെട്ര ആൽഫ m. അതിനകത്ത് m എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുവാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഈ സ്പേസിൽ നിന്ന് ഈ സ്പേസിലോട്ട് ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന, ഈ ഒരു എലമെന്റ് എന്തിലോട്ട് മാപ്പ് ചെയ്യും, m കോർഡിനേറ്റ്സ് ഉള്ള ഒരു എലമെന്റിലോട്ട് മാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു റിസൾട്ട് നോക്കുക. ഈ റിസൾട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തിയറത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി, പ്രൂഫ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു തിയറം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക ഇത് എന്താണ്. 5 സ്റ്റാർ ഓഫ് C, ഇത് നമ്മളൊരു പുതിയ കോഡ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നത് കണ്ടോ, സിയിൽ ഓരോ കോഡ് വേർഡ് എടുക്കുക, അതിൻ്റെ ഓരോ കോർഡിനേറ്റ്സിൻ്റെയും ഇമേജുകൾ എടുക്കുക. ഈ 5 എന്ന് പറയുന്ന മാപ്പ് നമ്മൾ തൊട്ട് മുമ്പേ ഡിഫൈൻ ചെയ്ത മാപ്പാണ്. അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാർ ഓഫ് C എന്ന് പറയുന്നത് ഒരു ബൈനറി MN/MK കോഡ് വിത്ത് മിനിമം ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-k+1. നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഒരു കോൺകാറ്റിനേഷൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഒരു ബൈനറിയും ആയിരിക്കും, അതുപോലെ ഇതിൻ്റെ ലെങ്തും ഡയമെൻഷനും ഒക്കെ വലുതായിരിക്കും അല്ലേ. m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു m ബേസിസ് എടുക്കുക, m എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് എടുക്കുക. അങ്ങനെ 5 ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണ് 5 സ്റ്റാർ ഓഫ് C കിട്ടുക. 5 സ്റ്റാർ ഓഫ് C നമ്മൾ കണ്ടുപിടിക്കുക. ആ 5 സ്റ്റാർ ഓഫ് C എന്ന് പറയുന്നത് ഒരു MN/MK കോഡായിരിക്കും. അതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് എക്സാക്ട് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും കുറഞ്ഞത് n-k+1 ആണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളിൽ കൂടെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 8 റീഡ് സോളമൻ കോഡ് C എടുത്തു. അപ്പോൾ Q8 ആണ്, g(x) തന്നിട്ടുണ്ട്, ആൽഫ ഇസ് റൂട്ട് ഓഫ് ആൽഫ റൂട്ടായിട്ട് വരുന്ന പോളിനോമിയലും തന്നിട്ടുണ്ട്, ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ F2 തന്നിട്ടുണ്ട്. അപ്പോൾ C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയത് g(x) എന്ന് പറഞ്ഞാൽ 1 + x + x² + x³ + x⁴ + x⁵ + x�6 എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ എല്ലാ കോർഡിനേറ്റ്സും നോൺ സീറോ ആണ്, 1 ആണ്. ഓക്കെ, അതാണ് എല്ലാ കോർഡിനേറ്റ്സും 1 ഇൻറ്റു എനി എലമെന്റ് A ഇൻ F8. അതായത് സിയുടെ ഫോം എന്ന് പറഞ്ഞാൽ A ഇങ്ങനെ 6 പ്രാവശ്യം ഇങ്ങനെയുള്ള എലമെന്റ്സ് ആണ് സിയിലുള്ളത്, സച്ച് ദാറ്റ് A ബിലോങ്സ് ടു F8. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ക്ലിയർ ആണ്. 6 അല്ല 7 ആണ് കേട്ടോ, ഈ 1 കൂടെ കൂട്ടുണ്ട്. അപ്പോൾ 7 പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ലെങ്ത് 7 ആണ്. ഡയമെൻഷൻ ഓഫ് കോഴ്സ് 1 ആണ്, കാരണം ഒറ്റൊരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒറ്റൊരു വെക്ടറേ കിട്ടത്തുള്ളൂ. ഓക്കെ, വേറെ ഇപ്പം ബി എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്താൽ ഇത് രണ്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പം ഡയമെൻഷൻ 1 ആണ്. ഇതൊരു ആക്ച്വലി ട്രിവിയൽ MDS കോഡാണ്.
നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര? എല്ലാ കോർഡിനേറ്റ്സും ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ ഈ വെക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാ കോർഡിനേറ്റ്സും ഡിഫറെന്റ് ആണ്. സോ ഡിസ്റ്റൻസ് 7 ആണ്. ഓക്കെ, ഇതൊരു ട്രിവിയൽ MDS കോഡാണ്. ഇതിന് ഇവിടെ M എത്രയാണ്? 3 ആണ്. സോ അപ്പം 3 മെമ്പേഴ്സ് ഉള്ള F8ന്റെ ബേസിസ് ഓവർ F2 കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 1 ആൽഫ ആൽഫ സ്ക്വയർ. ഇതാണ് ആൽഫ തന്നിട്ടുണ്ട് ഓൾറെഡി. 1 ആൽഫ ആൽഫ സ്ക്വയർ. ആൽഫ ക്യൂബ് എടുക്കുമ്പോൾ 1 പ്ലസ് ആൽഫ കിട്ടും. 1 പ്ലസ് ആൽഫ ഓൾറെഡി ഇതിനകത്തുണ്ട്. ഈ ബേസിസിനെ 2 എലമെന്റ്സിന്റെ സം എടുക്കുമ്പോൾ കിട്ടുന്ന 1 പ്ലസ് ആൽഫ. ഓക്കെ, ഇനി ഫൈ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. ഫൈ F2 ക്യൂബ് അല്ലേ, F8ല് ഫൈ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ബേസിസിലെ എലമെന്റ്സിന് മാത്രം ഡിഫൈൻ ചെയ്യാൻ മതി. ബേസിസിലെ 1 ഇമേജ് 1 0 0. അതായത് 3 കോഡ് ആക്ച്വലി F2 3ലോട്ടല്ല മാപ്പ് ചെയ്യുന്നത്. ഇമേജസ് എല്ലാം ഇതിനകത്താണ് വരുന്നത്. F2 3ലെ എലമെന്റ്സ് ഏതൊക്കെയാ? 1 0 0 0 1 0 0 0 1. ഓക്കെ, അപ്പം 1 ഇമേജ് ഇത്, ആൽഫയുടെ ഇമേജ് ഇത്, ആൽഫ സ്ക്വയറിന്റെ ഇമേജ് ഇത്. ഓക്കെ, അപ്പം ഇപ്പം ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കോഡെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എക്ക് പകരം അതായത് ഞാൻ പറയാം, പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കോഡിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് 1ന് പകരം 1 0 0 1 0 0 ഇത് 7 പ്രാവശ്യം കൊടുക്കുക. 1ന് പകരമല്ല ഞാൻ 1 0 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ആൽഫ ഉള്ളിടത്തെല്ലാം എന്ത് കൊടുക്കണം? 0 1 0 കൊടുക്കണം. ഓക്കെ, ഇനി ആൽഫ സ്ക്വയർ ഉള്ളിടത്തെല്ലാം എന്ത് കൊടുക്കണം? 0 0 1 കൊടുക്കണം. മനസ്സിലായോ എങ്ങനെയാ ചെയ്താന്ന്? 1 ഉള്ളതെല്ലാം 1 0 0 കൊടുക്കുക. അതായത് സിയില് ഒരു ഡിജിറ്റിന് പകരം 5 സ്റ്റാർ ഓഫ് സി ഇതിനകത്ത് 3 ഡിജിറ്റ്സ് ആണ് കൊടുക്കുന്നത്. ലെങ്ത് കൂട്ടിയത് കണ്ടോ നിങ്ങൾ? സിയിൽ 1 വരുന്നിടത്ത് 1 0 0 അതായത് 3 ഡിജിറ്റ്സ് ഉള്ള ഒരു കോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി സിയിലെ ആൽഫ എന്ന് പറയുന്ന ഒറ്റ ഒരു ഡിജിറ്റിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ 0 1 0 3 ഡിജിറ്റ്സ് ഉള്ള ഒരു ബൈനറി ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ലെങ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെങ്ത് എന്ന് പറയുന്നത് ഓരോ 7 പൊസിഷൻസ് ഉണ്ടായിരുന്നു. ഓരോ പൊസിഷൻസിൽ 3 ഡിജിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ 7 × 3. അതുപോലെ ഇതിന്റെ ഡയമെൻഷൻ, ബേസിസിൽ 3 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡയമെൻഷൻ എന്താവും? 3 ആണ്. ഓക്കെ, അപ്പോൾ 1 × 3 ഡയമെൻഷൻ 3 ആയി. ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് ഇപ്പൊ ഈ എക്സാമ്പിളിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഡിസ്റ്റൻസ് 7 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു റീഡ് സോളമൻ കോഡിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ടില്ല, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇനി അടുത്തൊരു തിയറം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു 5 സ്റ്റാർ ഓഫ് സി, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 5 സ്റ്റാർ ഓഫ് സി ഇല്ലേ, അതിന് എത്ര ബേസ്റ്റ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ബേസ്റ്റ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിച്ചടുപ്പിച്ച് മൾട്ടിപ്പിൾ കോൺസിക്യൂട്ടീവ് ബിറ്റ്സ് ആർ കറപ്റ്റഡ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മൾ അയച്ച വേർഡ്, സെൻഡ് വേർഡാണ്. ഇതാണ് കിട്ടിയ വേർഡ്, റിസീവ്ഡ് വേർഡ്. അതായത് എത്ര പൊസിഷൻസ് എറർ വന്നിട്ടുണ്ട്, ഈ താഴെ ഈ ബ്രാക്കറ്റ് ഇട്ട ഇത്രയും പൊസിഷൻസ് എറർ വന്നിട്ടുണ്ട് അല്ലേ. അതായത് അടുപ്പിച്ചല്ല എറർ വന്നിരിക്കുന്നത്, അടുപ്പിച്ച് കുറച്ച് കോൺസിക്യൂട്ടീവ് ബിറ്റ്സ് എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസ്റ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എത്ര ബേസ്റ്റ് എറേഴ്സിനെ ഇങ്ങനെയുള്ള 5 സ്റ്റാർ ഓഫ് സി, സി ഒരു റീഡ് സോൾവൻ കോഡാണെങ്കിൽ 5 സ്റ്റാർ ഓഫ് സിക്ക് 5 സ്റ്റാർ ഓഫ് സി എന്ത് കോഡാണ്? ബൈനറി കോഡാണ് അല്ലേ. എത്ര എറേഴ്സിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇത്ര എറേഴ്സിനെ കറക്റ്റ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെ ഞാൻ എല്ലെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മളൊരു റിസൾട്ട് അപ്ലൈ ആണ്. ഇത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്, പക്ഷെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. എൽ ബേസ്റ്റ് എറർ കറക്റ്റിംഗ് കോഡ് ഒരു ലീനിയർ കോഡ് എൽ ബേസ്റ്റ് എറർ കറക്റ്റിംഗ് കോഡ് ആവാനുള്ള കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ദ ബേസ്റ്റ് എറേഴ്സ് ഓഫ് ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലൈ ഇൻ ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് ഓഫ് സി. അതായത് എല്ലോ അതിൽ താഴെയോ ബേസ്റ്റ് എറേഴ്സ് ഉള്ള ലെങ്ത് വരുന്ന ബേസ്റ്റ് എറേഴ്സ് എല്ലാം ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സിൽ വേണം ഉണ്ടാവാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കോഡ് എൽ ബേസ്റ്റ് എറർ കറക്റ്റിംഗ് കോഡാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതങ്ങ് പ്രൂവ് ചെയ്താൽ പോരെ. എല്ലോ അതിൽ താഴെയോ ലെങ്ത് വരുന്ന എല്ലാ ബേസ്റ്റ് എറേഴ്സും
ഡിസ്റ്റിങ്ക്റ്റ് കോസെറ്റ്സിലാണോ ഉള്ളതെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ കോൺട്രി ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, സെയിം കോസെറ്റ്സിൽ വരുന്നുണ്ടെന്ന് അസ്യൂം എടുക്കുക. ഓക്കെ, E1 E2 അങ്ങനെയുള്ള ഒരു ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L വരുന്ന രണ്ട് ബേർസ്റ്റ് എറേഴ്സ് ആണ് ബോത്ത് ലൈ ഇൻ സെയിം കോസെറ്റ് ഓഫ് 5 സ്റ്റാർ ഓഫ് C. ഓക്കെ, ഇനി ഈ EI എന്ന് പറയുന്നത് ബേർസ്റ്റ് എറർ ആണല്ലോ, അതായത് 5 സ്റ്റാർ ഓഫ് സം CI ആണല്ലോ EI. ഓക്കെ, അപ്പൊ EIയുടെ പ്രീ ഇമേജ് ആയിട്ട് ഞാൻ CI എടുത്തു. അങ്ങനെയാണ് CIയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ CI ആണ്, CI ബാർ അല്ല, വെക്ടർ ആണെന്ന് കാണിക്കാനാണ് CI ആരോ മാർക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. വെയിറ്റ് ഓഫ് CI ലെസ് ദാൻ ഓർ ഈക്വൽ ടു L-1/m. ഇത് നമ്മുടെ ലീസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L-1/m. ലീസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അറിയാലോ അല്ലെ. ലീസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ 2.1 എന്ന് പറയുന്നത് 3 ആണ്. 2.1നേക്കാൾ വലുതോ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഇൻഡിജർ. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ 2.1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2.1നേക്കാൾ ചെറുതോ ഈക്വൽ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡിജർ അതാണ് 2. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് അറിയാമെന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ കിട്ടിയ ഇനീക്വാളിറ്റി എങ്ങനെയാണ് കിട്ടിയത്? ഇപ്പൊ കിട്ടിയ ഇനീക്വാളിറ്റി കിട്ടാൻ ഇത് ജസ്റ്റ് നിങ്ങൾ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കിയാൽ മതി. നമ്മള് സിയിലുള്ള ഒരു ഡിജിറ്റിന് പകരം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു 1ന് പകരം C 5 സ്റ്റാർ ഓഫ് സിയിൽ എത്ര ഡിജിറ്റ്സ് ആഡ് ചെയ്യും? നമ്മള് 100 എന്നല്ലേ കൊടുത്താൽ. അപ്പം മൂന്ന് ഡിജിറ്റ്സ്, അവിടെ M3 ആയിരുന്നു. അപ്പം ഇൻ ജനറൽ സിയിൽ ഒരാൾക്ക് പകരം ഇവിടെ M ഡിജിറ്റ്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ സിയിലെ അടുത്ത ഒരു ഡിജിറ്റിന് പകരം C1ന് പകരം M ഡിജിറ്റ്സ് ഇവിടെ വേണം. ഇവിടെ C2ന് പകരം ഇവിടെ വീണ്ടും M ഡിജിറ്റ്സ് വേണം. മനസ്സിലായല്ലോ? ലെങ്ത് ഓരോന്നിനും പകരം M കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ 5 സ്റ്റാർ ഓഫ് സിയിലുള്ള ഒരാളാണ് ഈ EI എന്ന് പറയുന്നത് അല്ലെ. EIയുടെ അപ്പം ഇവിടെ ഉള്ള ആളാണ് EI, 5 സ്റ്റാർ ഓഫ് സിയിലുള്ള ആളാണ് EI. ഇതിന്റെ പ്രീ ഇമേജ് ആണ് CI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CI സിയിലുള്ള ആളാണ്. അപ്പൊ EI എന്ന് പറഞ്ഞാൽ സിയിലുള്ള ഓരോ എലമെന്റിനും പകരം M ഡിജിറ്റ്സ് ആഡ് ചെയ്ത് വരുന്നതാണ് 5 സ്റ്റാർ ഓഫ് സി EI. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് തന്നെ EIയുടെ വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. വി ഹാവ് വെയിറ്റ് ഓഫ് EI ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ആണ്. ഓക്കെ, L എന്താണെന്ന് തന്നിട്ടുണ്ട്. L എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ആളാണ്, ഇയാളാണ് L. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. സോ അപ്പൊ EIയുടെ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ CIയുടെ വെയിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ, CIയുടെ വെയിറ്റ് ഇത്രയും വരില്ല, EIയുടെ അത്ര വരില്ല. കാരണം എന്താ, CIയിലെ ഓരോ ഡിജിറ്റിന് പകരം EIയിൽ M ഡിജിറ്റ്സ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന, അതായത് CIയുടെ ലെങ്ത് N ആണെങ്കിൽ EIയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ M ടൈംസ് N ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? സോ അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് ഓഫ് CI, നിങ്ങൾ ഒരു 2-3 എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ മതി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. വെയിറ്റ് ഓഫ് CI ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിവൈഡഡ് ബൈ M കൊടുക്കാൻ കാരണം എന്താന്ന് മനസ്സിലായോ? CIയുടെ ഓരോ ഡിജിറ്റിന് പകരം EIയിൽ M ഡിജിറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡിവൈഡഡ് ബൈയുടെ L-1/m എന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, +1. അപ്പൊ ഇത് എങ്ങനെയാ കിട്ടിയത് നിങ്ങൾ വേണമെങ്കിൽ ഒരു 2-3 എക്സാമ്പിൾസ് എടുത്ത് നോക്കുക. തന്നെ ലോജിക് യൂസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ഞാൻ Lന് പകരം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പം ലാസ്റ്റ് എനിക്ക് കിട്ടുന്നത് N-k/2 എന്നാണ്. ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ N-k/2. പക്ഷേ ഇതൊരു MDS കോഡ് ആയതുകൊണ്ട് N-k+1 എന്ന് പറയുന്നത് D ആണ്. സോ അപ്പൊ N-k എന്ന് പറയുന്നത് D-1 എന്ന് എഴുതിക്കൂടെ? അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിക്കുന്നത്. N-kക്ക് വരും D-1 എന്ന് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ കാര്യം നോക്കിക്കേ. എല്ലാ CIയുടെയും രണ്ട് C1ന്റെ C2ന്റെ വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D-1/2 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഉണ്ട്, മറക്കരുത്. പക്ഷെ നമുക്കൊരു റിസൾട്ട് ഉണ്ട്, നമ്മൾ ഓൾറെഡി പലയിടത്തും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഇത്. ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ആണ്. ഒരു വേർഡിന്റെ വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ D(c−1/2) ആണെങ്കിൽ ആ വേർഡ് ഒരു യുണീക്ക് കോസെറ്റ് ലീഡർ ഓഫ് ദ കോസെറ്റ് X+C ആയിരിക്കും.
ഓക്കെ, ഇവിടെ ഇവിടെ C1 C2 ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ C1 C2 കോസെറ്റ് ലീഡേഴ്സ് ഓഫ് ദ സെയിം കോസെറ്റ് എങ്ങനെ കിട്ടി? സെയിം കോസെറ്റ് എന്ന് പറയാൻ കാര്യം നമ്മൾ അസംഷൻ കോൺട്രി നമ്മൾ അസ്യൂം ചെയ്തില്ലേ, C1 C2 സെയിം കോസെറ്റിലാണെന്ന് പറഞ്ഞ് എടുത്തില്ലേ. അതുകൊണ്ടാണ് C1 C2 ഈ റിസൾട്ട് യൂസ് ചെയ്ത് കോസെറ്റ് ലീഡേഴ്സ് ആണെന്ന് കിട്ടും. ഇനി നമ്മുടെ അസംഷൻ യൂസ് ചെയ്ത് C1 C2 സെയിം കോസെറ്റിന്റെ കോസെറ്റ് ലീഡർ ആണെന്നും കിട്ടും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുണീക് കോസെറ്റ് ലീഡർ ആണ്. ഒരു കോസെറ്റിന്റെ കോസെറ്റ് ലീഡർ എല്ലായ്പ്പോഴും യുണീക്ക് ആണ്. അപ്പൊ യുണീക്നെസ് യൂസ് ചെയ്ത് C1 C2 സെയിം ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഇമേജ് ഫൈ എന്ന് പറയുന്നത് ഒരു 1-to-1 ഫംഗ്ഷൻ ആയതുകൊണ്ട്, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഇമേജും സെയിം ആണ്. ദാറ്റ് ഈസ് E1 E2 സെയിം ആണ്. അപ്പൊ നമ്മൾ എന്താ എടുത്തത്? E1 E2 രണ്ട് ഡിസ്റ്റിങ്ക്ട് കോസെറ്റിൽ എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ I1 E2 സെയിം ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അതായത് ബേസ്റ്റ് എറേഴ്സ് ഓഫ് ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L will lie in distinct cosets. സെയിം കോസെറ്റ് എന്ന് പറഞ്ഞാൽ എടുത്താൽ ആ എറേഴ്സ് സെയിം ആണെന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഡിസ്റ്റിങ്ക്ട് എറേഴ്സ് ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് 5 star of C is a binary. ഇതിന് തൊട്ട് മുമ്പുള്ള റിസൾട്ട് യൂസ് ചെയ്താണ് പറയുന്നത്. 5 star of Cയുടെ പാരാമീറ്റേഴ്സ് പറയാൻ പറ്റും. അതുപോലെ 5 star of Cയുടെ ഡിസ്റ്റൻസ് ഓഫ് 5 star of C എത്ര ആണെന്ന് നമുക്കറിയില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-k+1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് അങ്ങനെ വല്ലതും ചോദിച്ചാൽ ഇവിടെ n എന്ന് പറയുന്നത് 7 × 3 21 ആണ്, -k എന്ന് പറയുന്നത് 9 ആണ്, +1. ഓക്കെ, 21 - 9 എത്ര വരും? 22 - 9 എന്ന് പറയുന്നത് 13 വരും. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ഓഫ് 5 star of Cയുടെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13 അതിൽ കൂടുതലാണെന്ന് പറയാൻ പറ്റും. ഇനി അത് എത്രയാണെന്ന് പറയാൻ വേറെ മെത്തേഡ്സ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പത്തെ റിസൾട്ട് യൂസ് ചെയ്ത് അതിന് എത്ര ബേസ്റ്റ് എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, എത്ര ബേസ്റ്റ് എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇതാണ് ഡെഫിനിഷൻ. ഇത്രയും ബേസ്റ്റ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് 4 ബേസ്റ്റ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. എത്ര ബേസ്റ്റ് എറേഴ്സിന് ഒരു 5 star of Cക്ക് എത്ര ബേസ്റ്റ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.